ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് 5ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതാ നമ്മളെ ദുഹറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്കൊന്ന് വന്നതാണ്. എൻ്റെ കൂടെ ഇയാളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ചിക്കനും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്നൊരു ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ ഒതുക്കി വെക്കട്ടെ. അപ്പോൾ ചിക്കൻ ഞാനിപ്പോൾ ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. ഇപ്പോൾ എന്തായാലും കഴുകുന്നൊന്നുമില്ല കേട്ടോ. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ എല്ലാവർക്കും നോമ്പൊക്കെ എങ്ങനെ പോകുന്നത്? ഇവിടെ കേശു ഇതുവരെ നോമ്പ് എടുത്തിട്ടില്ല, നോമ്പ് എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ പിന്നെ എക്സാം ആയതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞതാണ്. എക്സാം കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ ഒരു ദിവസം എടുപ്പിച്ച് നോക്കണം. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയാമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി ഇഷ്ടമില്ലാത്തവരുണ്ടോ? വെജിറ്റബിൾ ബിരിയാണി നമ്മൾ കറക്റ്റ് രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മൾ ചിക്കൻ ബിരിയാണിയൊക്കെ വെക്കുന്ന പോലെ തന്നെ വെജിറ്റബിൾ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിനാണ് കേട്ടോ. അതും ചിക്കൻ ഇല്ല അല്ലെങ്കിൽ മീറ്റ് ഇല്ല എന്ന് കരുതിയിട്ട് ഒരു ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് വെജിറ്റബിൾ ബിരിയാണിക്ക് ഉണ്ടാവുക. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതുപോലെ തന്നെ ഞാനും വെജിറ്റബിൾ ബിരിയാണി വെക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോളിഫ്ലവറാണ്. നോമ്പിന് മുന്നേ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. അപ്പോൾ അത് ഇനിയിപ്പം നോമ്പായതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അത്താഴത്തിനും അങ്ങനെ വല്ലാണ്ട് ചോറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കില്ല, എപ്പോഴെങ്കിലും ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ആ സമയത്തേക്കും കോളിഫ്ലവറൊന്നും ആർക്കും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ അതിങ്ങനെ ചീത്തയായി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാ ദിവസവും ഓരോ ഐറ്റംസ് ഉണ്ടാക്കുന്നതും വീട്ടിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതായത് ഇന്നിപ്പോൾ എന്താണോ അല്ലെങ്കിൽ ഇതുപോലെ ചീത്താവാനായതോ കുറേ ഉള്ളതോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ അത് വെച്ചിട്ട് എന്ത് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കൽ. എന്തെങ്കിലും ഒന്ന് സ്പെസിഫൈ ചെയ്തിരുന്ന അത് തന്നെ ഉണ്ടാക്കണം എന്ന് കരുതി ഉണ്ടാക്കൽ വളരെ കുറവാണ് കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവും, നമുക്ക് ചില സമയത്ത് ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അത് ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിപ്പിക്കും. അല്ലാഞ്ഞാൽ നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് എന്താണോ അത് വെച്ചിട്ട് ഉണ്ടാക്കുക. ചിലപ്പോൾ അതിലേക്ക് 1-2 സാധനങ്ങൾ എന്തെങ്കിലും കുറവുണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് അത് മാത്രം വാങ്ങിപ്പിക്കുക എന്നല്ലാണ്ട് ഞാനെപ്പോഴും ശ്രദ്ധിക്കലതാണ്. കാരണം മാക്സിമം സാധനങ്ങൾ ചീത്തയായി പോവാതെ അത് ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. എല്ലാമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധ വിട്ടുപോയാൽ അതങ്ങനെ ചീത്തയായി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് ചെയ്യൽ കേട്ടോ. അതുപോലത്തെ ഒരു സംഭവമാണ് ഈ ഒരു സോയാബീൻ. ഇത് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവിടെ സോയാബീനും വല്ലാണ്ട് ചിലവാകില്ല. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വെച്ചത്. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചു ബിരിയാണിക്കും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ ഉണ്ട്. ചിക്കൻ ഞാൻ പറഞ്ഞില്ലേ ഒരുമിച്ച് കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഇതിപ്പോൾ ഒരാഴ്ച ആവാനായി. അപ്പോൾ ഇന്നും കൂടി എടുത്ത് തീർക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അതിനൊക്കെ ഉള്ള ഐറ്റംസൊക്കെ ആദ്യം പ്രിപ്പയർ ചെയ്ത് വെക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു സമയത്ത് കിച്ചണിലേക്ക് വന്നത്. ബാക്കിയൊക്കെ അസറിന് ശേഷം ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾ ബിരിയാണിൻ്റെ കൂടെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സ്പ്രിംഗ് ഓണിയൻ ചിക്കൻ കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഇതാ ചിക്കനിലേക്ക് ഞാൻ ആദ്യം തന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും മുളക് പൊടിയും പിന്നെ ഗാർലിക് പൗഡർ യൂസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് വെളുത്തുള്ളി തന്നെ എടുത്താൽ മതി കേട്ടോ. കുറച്ചധികം വെളുത്തുള്ളി എടുക്കുക, കുത്തിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു വലിയ നാരങ്ങ നീരും കുറച്ചധികം തന്നെ സോയ സോസ് ഒരു 3 ടേബിൾ സ്പൂണൊക്കെ യൂസ് ആക്കുക കേട്ടോ. ഇതുപോലെ ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ സോസ് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു രീതിയിൽ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. എന്നാലും നന്നായിട്ട് കൈവച്ച് മാരിനേറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ആയതിൻ്റെ ശേഷം അതും ഒന്നുകൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ ഒന്ന് മാറ്റി വെക്കുക. ഞാനിപ്പോൾ അത് അടച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോകാം കേട്ടോ. പുറത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് നേരത്തെ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു ഹാഫ് ആൻ അവറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു മാരിനേഷൻ മാത്രമേ ഇതിന് മെയിനായിട്ട് പണിയുള്ളൂ. ബാക്കിയൊക്കെ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാനും. അപ്പോൾ അത് വഴിയേ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഹെവി ആയി പോകണ്ടെന്ന് കരുതിയിട്ട് ഞാനിന്ന് കാര്യമായിട്ട് സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ടെന്നാട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞാൻ കോൺഫ്ലവർ എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്ന സമയത്താണ് സാബുനരി ഉള്ളത്. അപ്പോൾ സാബുനരി ഉള്ളപ്പം പിന്നെ പഴമുണ്ടല്ലോ. അപ്പോൾ പിന്നെ പാൽവാഴക്ക ഉണ്ടാക്കുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പാൽവാഴക്ക ഞാൻ നേരത്തെ ഷെയർ ചെയ്തൊരു റെസിപ്പിയാണ്, കുക്കറിൽ എങ്ങനെ ഈസി ആയിട്ട് പാൽവാഴക്ക ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ സാബുനരി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു ഐറ്റമാണ് കേട്ടോ പാൽവാഴക്ക എന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയുകയാണേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആക്കി ചെയ്തിട്ടുണ്ട്. ആ ഒരു രീതിക്ക് തന്നെയാണ് ഞാൻ പാൽവാഴക്ക ഉണ്ടാക്കുന്നത് കേട്ടോ. ഇനി ഇതാ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി അരിയാൻ വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു ഫുഡ് പ്രോസസ്സർ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചല്ലോ. അപ്പോൾ ഉള്ളി അരിയാൻ വേണ്ടി ഉള്ളി പൊളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും ഫുഡ് പ്രോസസ്സർ വെച്ചിട്ട് ഉള്ളി അരിയുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ കുറച്ച് ഉള്ളി വടയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ച്. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കേട്ടോ. ഓരോരുത്തർക്ക് ആളെണ്ണി 1-2 എടുക്കാൻ പറ്റുന്ന രീതിയിൽ വെറും 2 ഉള്ളി വെച്ചിട്ട് ഉള്ളിവടയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ളൊരു ഉള്ളിവടൻ്റെ റെസിപ്പിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇതുപോലെ പ്രോസസ്സറിൽ നമുക്ക് ഉള്ളി അരിയാണെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ഐറ്റംസ് അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഈ 2 എണ്ണം കൂടി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ കുറച്ച് വെറും 2 or 3 ഉള്ളിയൊക്കെ അരിയാൻ വേണ്ടി പ്രോസസ്സർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുക്കുന്ന പണിയും കൂടിയും എക്സ്ട്രാ വരും. കുറച്ചധികമൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സിമ്പിളാട്ടോ അത് വെച്ചിട്ട് അരിയാൻ. ഈ ഒരു പ്രോസസ്സർ വെച്ചിട്ട് നമുക്ക് 2 സൈസിൽ ഉള്ളി അരിയാം കേട്ടോ. അതായത് ഭയങ്കര നേർമയായിട്ടും അതുപോലെ ചെറിയ രീതിയിൽ കട്ടിയായിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ബിരിയാണിക്ക് ഈ ഒരു ഏറ്റവും നൈസായിട്ടുള്ള ആ ഒരു സൈഡ് വെച്ചിട്ടാണ് അരിയുന്നത്. അത് കഴിഞ്ഞിട്ട് ഉള്ളിവടക്ക് ഞാൻ കുറച്ചുകൂടി വലിയ രീതിയിൽ, അപ്പോൾ അതാ കണ്ടോ ബിരിയാണീൻ്റെത് നല്ല നേർമയായിട്ടാണ് വന്നിട്ടുള്ളത്. ഉള്ളിവടക്ക് അരിഞ്ഞത് ഇതാ ഇതുപോലെ കുറച്ചും കൂടി ആയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ടോട്ടൽ 4 മീഡിയം സൈസ് ആയിട്ടുള്ള സവാളയാണ് എടുത്തത് കേട്ടോ. അപ്പോൾ 1 കിലോക്കാണെങ്കിൽ 4 വലിയ സവാള എന്നുള്ള കണക്കിലാണ് ഞാൻ എടുക്കൽ. ഇത് മീഡിയം സൈസ് ആയതുകൊണ്ടാണ് ഞാൻ 4 മീഡിയം സൈസ് സവാള എടുത്തിട്ടുള്ളത്. ഇനി ഞാനിപ്പോൾ തന്നെ ആ ഒരു ഉള്ളിവടക്കുള്ളത് കുഴച്ചേക്കാൻ പോകണം. അപ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകിയൊക്കെ വെച്ചതിന് ശേഷമാണ് ഓർത്തത് ഈ ഉള്ളി അരിയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി അപ്പോൾ ഞാൻ അങ്ങനെയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പച്ചമുളകൊക്കെ ഒന്നൊക്കെ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചതിന് ശേഷം അടച്ച് മാറ്റി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇതിൽ നിന്നൊരു വെള്ളം ഊറി വരാൻ തുടങ്ങും. അപ്പോൾ എപ്പോഴും ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മസാലപ്പൊടികളൊക്കെ ഇടുന്നതിന് മുന്നേ ഉപ്പ് മാത്രം ഇട്ടിട്ട് കൈ വെച്ച് കുഴച്ച് മാറ്റി വെച്ചാൽ ഉള്ളിൽ നിന്നുള്ള ആ ഒരു നീരൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കോളും. അതിനുശേഷം ബിരിയാണിക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും റെഡിയാക്കി ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സമയം പോയിട്ട്, അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. കുറച്ചും കൂടി സമയം വെറുതെ പോയിട്ട് കുറച്ച് നേരം കിടന്നു. പിന്നെ നിസ്കാരം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏകദേശം 4:30 ആയതിന് ശേഷമാണ് പിന്നീട് കിച്ചണിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണിക്ക് വേണ്ടിയുള്ള നെയ്ച്ചോറ് വെക്കുന്ന പരിപാടിയാണ് തുടങ്ങിയിട്ടുള്ളത്. നെയ്ച്ചോറിന് വേണ്ടിയുള്ള അരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷമാണ് പോയിട്ടുള്ളത്. അപ്പോൾ വന്നതിന് ശേഷം വെള്ളത്തിൽ നിന്ന് വാർത്തിയിട്ടതാ ഇതുപോലെ പെട്ടെന്ന് തന്നെ നെയ്ച്ചോറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തർ ഓരോ രീതിക്കാവും നെയ്ച്ചോറ് ചെയ്യുക. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. നെയ്യിൽ നമ്മൾ അണ്ടി മുന്തിരി ചേർത്തിട്ടില്ല. പട്ട, ഗ്രാമ്പു, ഏലക്ക വാട്ടിയതിന് ശേഷം അരിയും കൂടി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഡബിൾ വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും ചേർത്തിട്ട് പിന്നെ സാധാരണ നമ്മൾ നെയ്ച്ചോറ് വറ്റിച്ചെടുക്കുന്ന പോലെ ഹൈ ഫ്ലെയിമിൽ വെള്ളം വറ്റുന്ന വരെ വെച്ചതിന് ശേഷം കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് നെയ്ച്ചോറ് വെച്ചിട്ടും അതുപോലെ തന്നെ അരി ഊറ്റിയെടുത്തിട്ടും ചോറുണ്ടാക്കും. അപ്പോൾ നെയ്ച്ചോറ് വെച്ചിട്ട് ബിരിയാണി വെക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഊറ്റി വെച്ചിട്ട് ചോറ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസ് കുറച്ച് കൂടുതലുണ്ടാകും. നെയ്ച്ചോറ് വെക്കുമ്പോൾ റൈസ് കുറച്ച് കുറവായിരിക്കും. പക്ഷേ ടേസ്റ്റ് കൂടുതലുണ്ടാവുക നെയ്ച്ചോറ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. ഇനി ഇതാ മസാല പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉള്ളി പൊരിക്കാനിടാണ്. അപ്പോൾ ഉള്ളി അത്യാവശ്യം നന്നായിട്ട് പൊരിഞ്ഞ് വരുമ്പം നെയ്യിലാണ് കേട്ടോ ഇതൊക്കെ ചെയ്യുന്നത്. നെയ്യും ഓയിലും കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. നെയ്ച്ചോറ് വെച്ചതും അങ്ങനെ തന്നെയാണ്, ഓയിലും നെയ്യും കൂടി മിക്സ് ആക്കിയിട്ടാണ് വെച്ചത്. ഇനി ഉള്ളി നന്നായിട്ട് പൊരിഞ്ഞ് വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അതിലേക്ക് അണ്ടിയും മുന്തിരിയും കൂടി ചേർത്തിട്ട് അതും കൂടി കൂട്ടി പൊരിച്ചെടുക്കുകയാണ്. നല്ല ബ്രൗൺ ആവാൻ കാത്തുന്നാൽ പിന്നെ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാൻ പോവാണ് കേട്ടോ. ഇനി അതൊക്കെ കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് തന്നെ നമുക്ക് ബിരിയാണി മസാലയിലേക്കുള്ള ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉള്ളിയൊക്കെ വാട്ടുന്ന സമയത്ത് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ആ ഉള്ളീൻ്റെ കറക്റ്റ് ഫ്ലേവർ പുറത്തേക്ക് വരും കേട്ടോ. അത് ഏത് പലഹാരം ഉണ്ടാക്കുമ്പോഴായാലും ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. കറക്റ്റ് ആ ഉള്ളിൻ്റെ കാരമലൈസ്ഡ് ടേസ്റ്റ് വരും. അപ്പം പഞ്ചസാര ചേർക്കുമ്പോൾ കൂടി പോകരുത്. ഒരു പിഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു പിഞ്ച് തന്നെ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. ഉള്ളി വാടി വന്നാൽ അതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതൊക്കെ മൂത്ത് പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നതിന് മുന്നായിട്ട്, തക്കാളി വരെ ചേർക്കുന്നതിന് മുന്നേ നമ്മൾ മസാലപ്പൊടികൾ ചേർക്കുക. മസാലപ്പൊടികൾ ആ ഒരു കറക്റ്റ് നെയ്യിൽ കറക്റ്റ് കിടന്ന് വേവുമ്പോഴാണ് കറക്റ്റ് ഫ്ലേവർ വരാം കേട്ടോ. ഇനി മസാലപ്പൊടി എന്ന് പറയുമ്പോൾ ഞാനിതിലേക്ക് ചേർക്കുന്നത് 1 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി, 2 സ്പൂണ് ഗരം മസാല. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ പൊതുവേ ബിരിയാണി വെക്കുമ്പോൾ ചേർക്കാറില്ല. ജസ്റ്റ് ദം ചെയ്യുമ്പോൾ മേലെ മാത്രമേ ഇടാറുള്ളൂ. അല്ലാതെ മഞ്ഞൾപ്പൊടി ആ മസാലയിലേക്ക് ചേർക്കുമ്പോൾ എനിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ ഫീൽ ചെയ്യൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ വേറെ ചിക്കൻ ബിരിയാണി വെക്കുകയാണെങ്കിലൊക്കെ വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക. കറക്റ്റ് മഞ്ഞളിൽ കുത്തൊന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആട്ടോ കിട്ടാൻ പോവാം. ഇനി അതൊന്ന് വാടി മസാലയൊക്കെ ഒന്ന് മൂത്ത മണം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചക്കറി ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പച്ചക്കറിയായിട്ട് കോളിഫ്ലവർ,
അതുപോലെ സോയാബീൻ, പിന്നെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഇത്രയും കാര്യങ്ങളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ 2 വലിയ തക്കാളിയും ചേർക്കുന്നുണ്ട്. 1 കിലോ ബിരിയാണിയിലേക്കാണെങ്കിൽ ഞാൻ 4 വലിയ സവാളേൻ്റെ കൂടെ 3 വലിയ തക്കാളിയും കൂടിയാണ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്താണ് ഞാൻ ബിരിയാണിയിലേക്കുള്ള ഉപ്പ് ചേർക്കുന്നത്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് നല്ല വെന്ത് സോഫ്റ്റായി, തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായി വരണം. ആ ഒരു സ്റ്റേജ് എത്തുന്നവരെ വേവിച്ചെടുക്കുക. ഇനി വെജിറ്റബിൾസൊക്കെ വെന്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് അരമുറി ചെറുനാരങ്ങൻ്റെ നീര് ചേർത്ത് കൊടുക്കുക. വെജിറ്റബിൾസ് ആയതുകൊണ്ട് തന്നെ വേവുന്നതിന് മുന്നേ ഒരിക്കലും പുളി ചേർത്ത് കൊടുക്കരുത്. പക്ഷേ ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് തൈര്, പുളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. ഇത് പുളി ഇല്ലാത്തത് ആയതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ ചേർത്തത്. നല്ല പുളിയുള്ള നാടൻ തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ മസാല സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നെയ്ച്ചോറ് റെഡി ആയപ്പോൾ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ ഒരു നെയ്ച്ചോറ് ഞാൻ അതിൻ്റെ മേലേക്ക് ലെയർ ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ചോറായതുകൊണ്ട് തന്നെ സിംഗിൾ ലെയർ ചെയ്താൽ മതി. ഒരുപാട് ചോറുണ്ടെന്നുണ്ടെങ്കിൽ കുറേ ചോറൊക്കെ ഉണ്ടെങ്കിൽ മസാലയിൽ നിന്ന് കുറച്ച് കോരി മാറ്റിയതിന് ശേഷം 2 ലെയറായിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. പക്ഷെ ഒരു ലെയറായിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ചോറ് കയ്യിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടി, മുന്തിരി, ഉള്ളിയിലേക്ക് ഞാൻ ഒരു പിടി മല്ലിച്ചപ്പും പുതിനയിലും കൂടി നേർമയാക്കിയിട്ട് അരിഞ്ഞിട്ട് ചേർത്തിട്ടുണ്ട്. അതിലേക്കാണ് ഞാൻ ഒരു സ്പൂണല്ല, ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും കൂടി ചേർത്തിട്ട് കൈവച്ച് മിക്സ് ആക്കിയതിന് ശേഷം ഈ ഒരു മിക്സ് നമ്മൾ ദം ചെയ്ത ചോറിൻ്റെ മേലേക്ക് വിതറി കൊടുക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ തന്നെ അര ചട്ടകം വെച്ച് അടി വരെ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ആവി പെട്ടെന്ന് കയറാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ആവി മേലെ കൂടെ ആ ഒരു ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ ഓഫാക്കി കൊടുക്കുക കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു സവാള ചെറുതാക്കി നുറുക്കിയത് ചേർത്ത് കൊടുക്കാം. ആ സവാള ഒന്ന് അത്യാവശ്യം വാടി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ ആ ഒരു ലിക്വിഡോടുകൂടി അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ അടച്ച് വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഫ്ലെയിം ലോ ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2 മിനിറ്റ് കൂടുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് അടികൂട്ടി ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി വരും കേട്ടോ. ചിക്കൻ നേരത്തെ നമ്മൾ കുറേ സമയം മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പാൽവാഴക്കൻ്റെ ബാക്കി പരിപാടികളും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. പാലൊഴിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചേർത്ത് വെക്കുന്നത് 1-2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ് കേട്ടോ. അതും കൂടി ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻസ് ചേർത്ത് കൊടുക്കുക. സ്പ്രിംഗ് ഓണിയൻസ് എത്രത്തോളം ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ചേർക്കാം കേട്ടോ. സ്പ്രിംഗ് ഓണിയൻ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം ആ ഒരു ചിക്കനിലേക്ക് വരണം. നല്ലൊരു അടിപൊളി ടേസ്റ്റുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ കുറച്ച് സാധനം മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ഒരു ചിക്കൻ. ഇതൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉള്ളിവടൻ്റെ കാര്യം നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള അതെടുത്തിട്ട് ഈ ഓരോ ഉള്ളി കാര്യങ്ങളൊക്കെ ഒന്ന് പിഴിഞ്ഞ് മാറ്റി കഴിഞ്ഞാൽ അതൊന്നുള്ള ആ ഒരു നീര് മാത്രം നമുക്ക് സെപ്പറേറ്റ് ആക്കി കിട്ടും. ആ ഒരു നീര് നമുക്ക് ആവശ്യമില്ല, അത് നമുക്ക് ഒഴിവാക്കി കളയാം കേട്ടോ. ഇനി ഇതിലേക്കും ഒരു പിഞ്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട് കേട്ടോ, കൂടി പോകരുതേ. പിന്നെ ഒരു അര സ്പൂണ് പെരുംജീരകം, വലിയ ജീരകം കൂടി ചേർക്കുന്നുണ്ട്. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് 1 സ്പൂൺ അരിപ്പൊടി, 2 സ്പൂൺ കടലമാവ്, 3 സ്പൂൺ മൈദപ്പൊടി, ഇത്രയും മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളി കൂടുതലും പൊടി കുറവായിട്ട് അങ്ങനെയാണ് വേണ്ടിയത് കേട്ടോ.
നമ്മൾ പൊക്കവട ഒക്കെ ഉണ്ടാക്കുമ്പോഴാണ് മാവ് കുറച്ച് കൂടുതൽ വേണ്ടത്. ഉള്ളിവട എന്ന് പറയുമ്പോൾ ഈ ഒരു ഉള്ളി ഒന്ന് ബൈൻഡായി നിൽക്കാൻ വേണ്ടി മാത്രമുള്ള പൊടി ചേർത്താൽ മതി. ഇനി ഇത്രയും ചേർത്തിട്ട് നിങ്ങൾക്ക് കൂട്ടിപ്പിടിച്ച് ബോളൊന്നും ആക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മൈദപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയാൽ മതിയേ. ഇനി ഇത് തിളച്ച എണ്ണയിലിട്ടിട്ട് നമ്മൾ കൈവച്ച് ബോൾസാക്കി ഒന്ന് അമർത്തി ഉള്ളിവടേൻ്റെ ഷേപ്പാക്കി ആ എണ്ണയിലേക്ക് ഇട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കുക. ആ ഇത്ര പരിപാടിയുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ പൊരിക്കുന്ന സമയത്ത് ഇടുമ്പോഴും എടുക്കുമ്പോഴും ഹൈ ഫ്ലെയിമിലും അതിനിടയ്ക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഉൾഭാഗം വേവിച്ചെടുക്കുക. പിന്നെ അടുത്ത് തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം കേട്ടോ, നമുക്ക് ഇടയ്ക്ക് കൈ മുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത്രയും ഉള്ളിവടയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്, 6 ഉള്ളിവട കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവടയാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇനി ഞാനിത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കടുക്ക കല്ലുമ്മക്കായ് അത് തലേദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അന്ന് എടുത്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ രാവിലെ തന്നെ കായം തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ കല്ലുമ്മക്കായ് പൊരിക്കുന്ന സമയത്തും ഇതുപോലെ അതിൻ്റെ കൂടെയുള്ള ആ ഒരു വെള്ളം അതും കൂടി ഒഴിച്ചിട്ട് വേണം അത് വറ്റിച്ച് പൊരിച്ചെടുക്കാൻ കേട്ടോ. ആ വെള്ളം കളയരുത്, അതിലാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുതലുണ്ടാവുക. അങ്ങനെ അവസാനമായിട്ട് കുറച്ച് സർബത്ത് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനിടയ്ക്ക് നമ്മൾ ജ്യൂസും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ചിക്കു ജ്യൂസാണ് അടിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഇഫ്താറിന് വേണ്ടിയുള്ള കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാ കല്ലുമ്മക്കായ കടുക്കൊക്കെ ഇവിടെ സെറ്റാക്കി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കാണുന്ന ഏരിയാസ് നമ്മൾ സിങ്കും കിച്ചൺ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അതിനുശേഷം ഇതാ നോമ്പൊക്കെ തുറക്കുകയാണ്. പിന്നെ ഇതാ ഇതുപോലെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടോ, നമ്മളെ ബിരിയാണി കറക്റ്റ് ആ ഒരു നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ.